ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഭാരതിയമ്മയ്ക്ക് പ്രണാമം. എൻ്റെ പേര് രാധ. ഞാൻ DP-യിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമ്മയുടെ അടുത്തെത്തിയിട്ട് 1 വർഷമായി. എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഉടൻ തന്നെ ഞാൻ അമ്മയെ വിളിക്കും. അമ്മ ഭഗവാനോട് ചോദിച്ചിട്ട് എനിക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞു തരും. ഞാനത് ചെയ്യും. ഞാൻ 1 വർഷമായി ഗുളികയൊന്നും കഴിക്കുന്നില്ല. അമ്മ പറഞ്ഞു ഗുളിക കഴിക്കണ്ട, അല്ലാതെ തന്നെ രോഗം മാറിക്കോളും, ഷുഗറും പ്രഷറും ഒക്കെ മാറിക്കോളും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഗുളിക കഴിക്കുന്നില്ല. പിന്നെ അമ്മ ഒരുപാട് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മന്ത്രമാണ് ശ്രീഹദയ. ശ്രീഹദയ 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 എന്ന മന്ത്രം ഞാൻ 108 പ്രാവശ്യം ദിവസവും ജപിക്കും. അതുപോലെ നമോ നിഷിംഗിണി ശ്രീമതി എന്ന മന്ത്രം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നമോ നിഷിംഗിണി ശ്രീമതേ തസ്കരാണാമതായേ നമഃ. നമോ നിഷിംഗിണി ശ്രീമതേ തസ്കരാണാമതായേ നമഃ. നമോ നിഷിംഗിണി ശ്രീമതേ തസ്കരാണാമതായേ നമഃ. ഈ മന്ത്രം ഞാൻ ദിവസവും രാവിലെ 8-നും 9-നും ഇടയ്ക്ക് 21 പ്രാവശ്യം പറയും. അതുപോലെ എൻ്റെ മോൾക്ക് തലവേദന, ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാറ്റിക്കൊടുത്തു. അമ്മ ഭഗവാനോട് പറഞ്ഞിട്ട് ഭഗവാന് അഭിഷേകവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്മ പറയും. അതെല്ലാം ചെയ്യും. അങ്ങനെ അവളെ തലവേദനയും മാറി. ഭയങ്കര തലവേദനയായിരുന്നു ഒരു ദിവസം. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ആ തലവേദന അങ്ങ് മാറി. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാറ്റി കൊടുത്തു.